ഡാ ആ നീ വരുന്നില്ലേ? ഇല്ലടാ, കിറ്റ് ശരിയായില്ല. ആണോ? എടാ നിന്റെ കിറ്റെല്ലാം കൂടെ എത്ര രൂപയായി? എടാ ഇതെല്ലാം കൂടി ഒരു 10-25,000 രൂപയായി, ബാറ്റൊക്കെ ഉൾപ്പെടെ. ഡാ എടാ പൈസയുടെ പ്രശ്നമെങ്കിലേ പ്ലേ സ്റ്റോറിൽ റൂട്ട് പേറൈഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. 2,000 രൂപ മുതൽ 25,000 രൂപ വരെ നിനക്ക് അതിൽ നിന്ന് ലോൺ കിട്ടും. ലോണോ? എടാ അതിനൊക്കെ ഒത്തിരി ഡോക്യുമെൻറ്റേഷൻ ഒക്കെ വേണ്ടി വരത്തില്ലടാ. എടാ അങ്ങനെ ഇതിനു വേണ്ടി ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. എടാ ലോൺ എടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചടയ്ക്കാനായിട്ട്. എടാ അതൊന്നും ഇല്ലടാ, നിന്റെ കംഫർട്ട് അനുസരിച്ച് നിനക്ക് റീപേയ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്യാം. ആണോ? നിനക്ക് ആധാറും പാൻ കാർഡും ഇല്ലേ? നീ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ കിട്ടും. എടാ ലിങ്ക് ഒന്ന് അയച്ചു, ഞാൻ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തേക്കാം. എടാ നിനക്ക് ലിങ്ക് ഞാൻ തന്നേക്കാം, ഇപ്പം തന്നെ കയറി ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്തോ കേട്ടോ. പിന്നെ നല്ലൊരു കിറ്റ് മേടിക്കണം കേട്ടോ. പൈസ സോൾവ് ആയില്ലേ? ബൈ. ശരി. ഹലോ, വെൽക്കം ബാക്ക് ടു ടീ ടൈം. അപ്പോൾ മാം പറയുന്നത് വിവാഹമായിരുന്നു മാമിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവെന്നാണോ? തീർച്ചയായും. അന്ന് വീട്ടുകാർ പറഞ്ഞത് കേൾക്കാതെ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളൊന്നും എനിക്കുണ്ടാവത്തില്ലായിരുന്നു. അത്രയേറെ സപ്പോർട്ടാണ് എനിക്ക് ജയേട്ടൻ നിന്നും ലഭിക്കുന്നത്. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ബന്ധമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ അംഗീകരിക്കുക. നിങ്ങളുടെ വീട്ടുകാരല്ലേ, നിങ്ങൾക്ക് മോശം ഒന്നും ചെയ്യില്ലെന്നേ. ഇനി തുടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പതിയെ അങ്ങ് ശരിയായി. ദിയ എടോ, താൻ എന്തെടുക്കുവോ? ഞാൻ 2 പേർക്കുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ ചപ്പാത്തി കഴിക്കാറില്ല. അതെ, ഞാനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? വേണ്ട നിതിൻ, എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓ ഓക്കെ. അതെ, എന്തെങ്കിലും വിളിക്കുക കേട്ടോ. എടാ എന്താടാ? എടാ സോറി എടാ, എനിക്ക് ഒരു ദിവസം കൂടെ സമയം വേണം. ഞാൻ നാളെ രാവിലെ ക്യാഷ് എത്തിക്കാം. എടാ എനിക്കതില്ലാണ്ട് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. അക്കൗണ്ട്സിലെ ക്യാഷ് എടുത്താൽ മറിച്ചേക്കുന്നത്. എടാ അതെനിക്കറിയാമല്ലോ, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ഇന്നിട്ടേക്കാന്നാ പറഞ്ഞത്. പുള്ളി തന്നുടനെ ഇട്ടേക്കാം. എടാ ഏജൻസി ഒന്നും പഴയ പോലെ അല്ലടാ, നഷ്ടത്തില്ല. അതാ ഈ ടൈറ്റ്. അതുകൊണ്ടായിരിക്കും അല്ലേ കല്യാണത്തിന് പോലും വരാഞ്ഞേ. കഴിഞ്ഞ കുറച്ച് ദിവസമുള്ള എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല. അത് വിട്. നീ എന്തു പറയുന്നു? കുഴപ്പമൊന്നുമില്ല, അറേഞ്ച് മാരേജ് അല്ലായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ശരിയായി വരാൻ ഒരു ബുദ്ധിമുട്ട്. അതിന് സന്തോഷത്തിൻ്റെ മുഖത്ത് കാണാനുണ്ട്. അല്ലെങ്കിലും ആരെങ്കിലും കൊണ്ടെന്ന് പറയുന്നേ ഭയങ്കര അടിപൊളിയല്ലേ. ആരെങ്കിലും അവളെ പറ്റി ചോദിക്കുമ്പോഴേ എന്നെന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷമാണ്. എടാ പിന്നെ എന്തായത്? എൻ്റെ ഒരു ഗിഫ്റ്റ് നമ്മുടെ ഏജൻസിയുടെ തന്നെ, ഗോവയിലൊക്കെ ട്രിപ്പ്. എൻജോയ്. നീ ഫ്രീ ആയിട്ടും കൊടുത്തു തുടങ്ങി ഇപ്പം. പോടാ, നിനക്ക് വേണ്ടല്ലേ. പിന്നെ മറ്റേ കാശ് ആളെ കൊണ്ട് തരണേ. ആടാ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇട്ടേക്കാം, നാളെ വരെ പോകത്തില്ല കേട്ടാ. ഓക്കെ എടാ, ഒന്നും വിചാരിക്കല്ലേ, ആയതുകൊണ്ടാ. ശരിയടാ.
മേഡം അകത്തേക്ക് വരാമോ? ഇയാള് വരണ്ടടോ. താൻ അവിടെ നിന്ന് കണ്ടിട്ട് പൊക്കും. കണ്ടിട്ട് പോകാനല്ലല്ലോ വന്നത്. പിന്നെ ഉണ്ടിട്ട് പോവാനല്ലേ? ലോക്കാണോ? എന്ത്? വാതില്. ആ, അറിയില്ല. ഡാ, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാവില്ല. അറിയാതെയാണെങ്കിലും നമ്മൾ നിതിൻ്റെ ജീവിതം കൂടെ ഏത്തൊളിക്കുന്നേ. നീ എങ്ങനെയായാലും കുറച്ച് ദിവസം കൂടി ഒന്ന് പിടിച്ചിരിക്കും. എടാ, കെട്ട് കഴിഞ്ഞിട്ട് 1.5 മാസമായി. ഓരോന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ തീയ. എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. നിതിനെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, പ്രശ്നമൊന്നുമില്ലടാ. എന്നെ വലിയ ഇഷ്ടം. ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കാനോ അനാവശ്യമായിട്ട് ഇടപെടാനോ വരത്തില്ല. ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. പുള്ളിയെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന മോശമല്ലേടാ. കുറച്ച് ദിവസം കൂടിയല്ലേ, നമുക്ക് വഴിയൊന്നുമില്ലല്ലോ. അതെ, സത്യം പറ, ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല? ഡാ മൈരെ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിന്റെ ഫസ്റ്റ് നൈറ്റിലെ പീരീഡ്സിൻ്റെ ഐഡിയ ചീറ്റിയപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. എന്ത്? എനിക്കിപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊന്നും താല്പര്യമില്ലെന്ന്. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ഒരു സോറി പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ദേ ഈ നിമിഷം വരെ ഒരു നോട്ടം കൊണ്ട് പോലും ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അക്കാര്യത്തിൽ എനിക്ക് അന്യായ റെസ്പെക്റ്റാണ്. എന്തോ എനിക്ക് വേറൊരാളുടെ കൂടെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനല്ലേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. നീ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോകും. ആ എടാ, വിസയുടെ കാര്യം എന്തായി? ഇന്നലെയും വിളിച്ചിരുന്നു. ഈ ആഴ്ച ഓക്കെ ആവുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പറ, ഞാനിനി എന്നാ ചെയ്യണ്ടേ? പറഞ്ഞോ, ഞാൻ അതുപോലെ ചെയ്യാം. ബ്രോ, ഒരു തെറ്റുപറ്റിപ്പോയി. ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇതാണോ തെറ്റ്? ദിയ, നീ എന്നോടൊന്ന് സൂചിപ്പിക്കുമെങ്കിലും ചെയ്തിരുന്നേല് ഇതൊന്നും ഇവിടം വരെ എത്തുകയല്ലായിരുന്നു. ഞാൻ തന്നെ മാറി തന്നെ. ഒന്നും വേണ്ടാന്ന് ഞാൻ ഫാദറിനോടാകുന്ന പറഞ്ഞതാ. എനിക്കൊരു കൂട്ടൊക്കെ വേണമെന്നേ പുള്ളിക്കാരനായിരുന്നു നിർബന്ധം. എന്നിട്ടിപ്പം എടോ, തന്നോട് ഇത് പറയാൻ വേണ്ടി ഞാൻ പലതവണ ശ്രമിച്ചതാ. പക്ഷെ താനിങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ലായിരുന്നത് കൊണ്ടാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടേ ഞാനിതെല്ലാം കടിച്ചു പിടിച്ചിരിക്കുന്നത് എനിക്കിതിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇതുവരെ സ്വന്തം എന്ന് പറയാനോ കാത്തിരിക്കാനോ ആരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു സന്തോഷം വന്ന് ഓടി വന്ന് പറയാൻ, ഒരു സങ്കടം വന്നാൽ കെട്ടിപ്പിടിച്ചൊന്ന് കരയാൻ ആരുമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചുമ്മാ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴേ എലോൺ ലൈഫൊന്നും സോളോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്ന പോലല്ല. അത് അനുഭവിക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ബ്രോ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കണം. എന്ത് സിറ്റുവേഷൻ?
ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിച്ചു തുടങ്ങിയ ഒരുത്തൻ്റെ ജീവിതത്തിൽ വന്നിങ്ങനെ കുത്തി മറിയുന്നതാണോ നിങ്ങളുടെ സിറ്റുവേഷൻ? പറ ദിയ. ഞാനിത് എന്തായാലും നിൻ്റെ വീട്ടിൽ പറയും. പിന്നെ എനിക്കിതിനിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പോട്ടെ, ഞാൻ ഇതൊരാളെല്ലാം വിടാം. നിങ്ങൾക്ക് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊന്നും നമ്മൾ 3 പേരും അല്ലാണ്ട് വേറെ ആരും അറിയത്തില്ല. പറ്റുമോ? അങ്ങനെ നിർത്തിയിട്ട് പോകാൻ പറ്റുന്നൊരു ബന്ധമായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് മറ്റൊരാളെ കൂടി ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യൂ. മറ്റൊരാൾ അല്ലേ? ബ്രോ, ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. വിസ പ്രോസസ് എല്ലാം കഴിഞ്ഞിരിക്കുക. പോയി കഴിഞ്ഞാൽ ഇതിനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല. ഞങ്ങൾ പോയിക്കോളാം. അപ്പം നിങ്ങളുടെ കാര്യം സേഫായി അല്ലേ? ഞാൻ ഇവളുടെ അച്ഛനോട് എന്ത് പറയും? ഈ ചോദിക്കുന്ന നാട്ടുകാരോട് ഞാൻ എന്ത് പറയും? പറ പറ. അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോയി എന്ന് പറയണം. എന്താ അങ്ങനെ പറയാൻ പറ്റില്ലേ? എനിക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചാവാൻ പോയ ആളാ എൻ്റെ അച്ഛൻ. പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയാ തൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടി തന്നത്. ഒരു പെണ്ണായി ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയത്. എന്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞാനെന്ന് ഒളിച്ചോടി പോയിരുന്നെങ്കിലോ? ഇവിടുത്തെ കുലസ്ത്രീ പട്ടികയിൽ നിന്ന് ഞാൻ പുറത്ത്. ഒരുപക്ഷെ അതിനുശേഷം എനിക്ക് വേണ്ടപ്പെട്ടവരെയൊന്നും കാണാനോ സംസാരിക്കാനോ പറ്റിയെന്ന് വരില്ല. ഇനി തന്നെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ എവിടെയെങ്കിലും മാറി നിന്നാലോ? അവിഹിതം ഒരുത്തൻ്റെ കുടുംബം തൊലച്ചോളൂ. ഇനി ഇവൻ്റെ കൂടെ ഇവിടെ തന്നെ നിന്നാലോ? കുഴപ്പ് കൂടിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയവള്. ഇത്രയും കാലം ഞാൻ ഇതിനെയൊക്കെ പേടിച്ചാ ജീവിച്ചത്. ഇനി എനിക്ക് പറ്റത്തില്ല. എനിക്കിനി ഒന്നിനെയും പേടിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കണം, ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കണം. ഇനി ആരെ തീർത്താലും അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. എടോ, താൻ വെറും ഒരു പാവമാണെന്നും ഒരു നല്ല പാർട്ണർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉള്ള ആളാണെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സ് അല്ലേടോ. ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യം വേറെ ആരും അറിയരുത്. എനിക്കെൻ്റെ വീട്ടുകാരുടെ ഇമോഷണൽ ടോർച്ചറിങ് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, നിന്റെ സ്വാതന്ത്ര്യം, നിന്റെ ചോയ്സ് എല്ലാം നിൻ്റെതാ. പക്ഷെ ഇപ്പം നീ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. നിൻ്റേതായിട്ടുള്ള എല്ലാം കൊണ്ട് നിനക്കിപ്പോൾ ഇവിടുന്ന് പോവാം.